എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീഷ് നായർ, ജ്യോതിഷം ആൻഡ് വാസ്തു സെൻ്റർ ഏഴംകുളം. ഇപ്പോൾ നമ്മൾ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വീടിൻ്റെ സ്ഥാനവും കിണറിൻ്റെ സ്ഥാനവും ഒക്കെ നമ്മൾ കാണാൻ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കിണറിൻ്റെ സ്ഥാനം കാണുന്നതോടുകൂടി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപഗ്രഹങ്ങൾ നമുക്ക് നിർമ്മിക്കണം. കാരണം കുളം, തൊഴുത്ത്, പട്ടിക്കൂട്, കോഴിക്കൂട് ഇങ്ങനെയുള്ള ഉപഗ്രഹങ്ങൾ നമുക്ക് നിർമ്മിക്കേണ്ടതായിട്ടുള്ള അത്യാവശ്യമാണ്. ഇതേ പ്രമാണം കൊണ്ടാണ് സമസ്ത ഗ്രഹാങ്കണ കൂപവാമി ദ്വാദാദി മധ്യസ്ഥിത സൂത്രവേദ എന്നുള്ള ഒരു പ്രമാണം വെച്ചിട്ടാണ് ഇതെല്ലാം നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മധ്യസൂത്രങ്ങൾ ഒഴിവാക്കുകയും കർണസൂത്രങ്ങൾ ഒഴിവാക്കുകയും ചെയ്തുകൊണ്ടാണ് അതിനകത്തുള്ള രഞ്ജുക്കൾ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മളിത് ഇതിനൊക്കെ സ്ഥാനം കാണേണ്ടത്. അപ്പോൾ നമ്മളിത് എങ്ങനെ സ്ഥാനം കാണുന്നത് വെച്ചാൽ നമ്മളൊരു കിണറിൻ്റെ സ്ഥാനം കണ്ടതിൻ്റെ കൂട്ട് തന്നെ മധ്യസൂത്രങ്ങൾ, കാരണം തെക്ക് നിന്ന് വടക്കോട്ടുള്ള യമസൂത്രവും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ള ബ്രഹ്മസൂത്രവും നമ്മൾ ഒഴിവാക്കി ആ രേഖയിൽ നിന്ന് നമ്മളിതുള്ള ഉപഗ്രഹങ്ങൾ മാറ്റിക്കൊണ്ട്, അതുപോലെ തന്നെ കർണസൂത്രങ്ങൾ എന്ന് വെച്ചാൽ മൂലഭാഗങ്ങളിലേക്കുള്ള സൂത്രങ്ങൾ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ സ്ഥാനം കാണുക. അപ്പോൾ ഇങ്ങനെ സ്ഥാനം കാണുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ഉപഗ്രഹങ്ങളിൽ നമ്മൾ മൂലഭാഗങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കാതിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചുമായിട്ട് നമ്മൾ നിരതികോണം എന്ന് പറയുന്ന കന്നിമൂലയും അഗ്നികോണം എന്ന് പറയുന്ന തെക്ക് കിഴക്ക് മൂലയിലേക്കും നമ്മളിത് മാക്സിമം നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് വേണം നമ്മളിങ്ങനെയുള്ള ഉപഗ്രഹങ്ങൾ നിർമ്മിക്കേണ്ട ആവശ്യകത ഉണ്ടാകുന്നത്. കാരണം ഇത് നമ്മൾ ഒഴിവാക്കി നിർമ്മിക്കുമ്പോഴാണ് നമുക്ക് ഉത്തമമായിട്ട് വരുന്നത്. കാരണം അവിടെ ഒരു നെഗറ്റീവ് ടെൻഡൻസി നമുക്ക് ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഈ പട്ടിക്കൂട്ടുമൊക്കെ പലരും നമുക്ക് ഈ അഗ്നികോണിലൊക്കെ നമ്മൾ കാണാറുണ്ട്, കിഴക്ക് വശത്തൊക്കെ തെക്ക് മാറി. ഇതൊക്കെ നമുക്ക് ജഠരാഗ്നി ഉള്ളൊരു സ്ഥലമാണ് അവിടെ. ഇതൊക്കെ നമുക്കവിടെ നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ദോഷകരമായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെയൊക്കെ ഗുണങ്ങളില്ലാതിരിക്കുന്ന സ്ഥിതിയിലേക്ക് നമുക്ക് വരും. ഇതൊക്കെ നമുക്ക് കിഴക്കും വടക്കും പടിഞ്ഞാറും ഒക്കെ നമുക്ക് നിർമ്മിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നിർമ്മിക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു തൊഴുത്ത് നിർമ്മിക്കണമെങ്കിൽ നമുക്ക് കിഴക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും നിർമ്മിക്കാം. അപ്പോൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കി നിൽക്കുന്ന രീതിയിൽ വേണം നമുക്ക് തൊഴുത്ത് നിർമ്മിക്കാൻ. കാരണം അത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കി നിൽക്കുന്ന രീതിയിൽ നമുക്ക് നിർമ്മിക്കുമ്പോൾ വളരെ ഉത്തമമായിട്ട് വരും. കോഴിക്കൂട്, പട്ടിക്കൂട് ഇതൊക്കെ നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ നിർമ്മിക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം വീടിൻ്റെയൊക്കെ മധ്യസൂത്രങ്ങൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ നമുക്ക് മൂലഭാഗങ്ങളിലുള്ള കർണസൂത്രങ്ങൾ ഒഴിവാക്കി നിർമ്മിക്കുക എന്നതാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിനകത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇത് ഒഴിവാക്കി നിർമ്മിക്കുന്നത് വളരെ നമുക്ക് ഉത്തമമായിരിക്കും. ഇത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമുക്ക് വേറൊരാളെ ആശ്രയിക്കേണ്ടതായിട്ട് വരത്തില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ, ഇപ്പം നനകല്ല് നിർമ്മിക്കുന്നത് പോലും ഇതുപോലുള്ള സൂത്രങ്ങളൊക്കെ ഒഴിവാക്കി വേണം നനകല്ല് നമുക്ക് നിർമ്മിക്കാൻ. ഇപ്പം വീടിൻ്റെ മധ്യത്തിൽ വരാൻ പാടില്ല കർണസൂത്രം, മൂലഭാഗങ്ങളിലുള്ള സൂത്രങ്ങൾ വരാൻ പാടില്ല. ഏത് നിർമ്മിതിയായാലും നമ്മൾ മൂലകൾ ഒഴിവാക്കിക്കൊണ്ട് വേണം നമുക്ക് നിർമ്മിക്കാൻ. അതുകൊണ്ട് നമുക്ക് വളരെ ഗുണമാണ് കിട്ടുന്നത്. കാരണം കർണസൂത്രങ്ങളിൽ ടച്ച് ചെയ്ത ഒരു ഉപഗ്രഹങ്ങളും നമുക്ക് നിർമ്മിക്കാൻ പാടില്ലെന്നാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ ഇതുപോലുള്ള കുറേ അധികം നിർമ്മിതികൾ, നമുക്ക് കുളം നിർമ്മിക്കുക, അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഈ ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനുള്ള സ്റ്റോർ റൂമുകൾ, ഇതൊക്കെ നമുക്ക് ഇതേ ഭാഗങ്ങളിൽ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കി നിർമ്മിക്കുന്നത് കൊണ്ട് നമുക്ക് ദോഷങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർമ്മിക്കുകയും നമുക്ക് വീട്, പട്ടിക്കൂട് അല്ലെങ്കിൽ ഇതുപോലുള്ള ഉപഗ്രഹങ്ങൾ, പിന്നെ കിണർ, ഇതൊക്കെ നമ്മൾ എല്ലാത്തിനും സ്ഥാനം കണ്ട് വേണം നമ്മൾ നിർമ്മിക്കാൻ. കാരണം അത് നമുക്ക് ഉത്തമ സ്ഥാനത്തിരിക്കും. കാരണം നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ മൂക്കിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ചെവി ഇരുന്നാൽ എന്താണ് സ്ഥിതി, അതുപോലെ കാണും നമ്മുടെ വീടിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോ ഉപഗ്രഹങ്ങൾ നിർമ്മിച്ച് ഇരിക്കുമ്പോഴുള്ള നമ്മുടെ സ്ഥിതി. അപ്പോൾ അത് നമുക്ക് കാണാൻ ഭംഗിയായിരിക്കത്തില്ല, അല്ലെങ്കിൽ അതിനായിട്ടുള്ള ചില നെഗറ്റീവ് നമുക്കുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസം നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇനിയും ഇതൊക്കെ നമുക്ക് സ്ഥാനമാണിപ്പം കണ്ടത്. ഇത് നിർമ്മിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരി അറിയാനുണ്ട്. അപ്പോൾ ഇതൊക്കെ അടുത്തൊരു ദിവസം നമുക്ക് പറയാവുന്നതായിരിക്കും. ഓക്കെ, നമസ്കാരമുണ്ട്. ഇന്ന് നിർത്താം.